കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മച്ചി പറഞ്ഞ മടക്കി സാധനം വഴിയാ ഞാനേ പറഞ്ഞുണ്ടാക്കിച്ചതാ. പഴയതുപോലെ ഇത് എല്ലായിടത്തും ഒന്നും കിട്ടുകയല്ല. എടേ മെൽബിമോൻ കൊടുത്തു വിട്ട സെറ്റർ എന്ത്? അയ്യോ ഞാനത് എടുക്കാൻ മറന്നു. ബെസ്റ്റ്. സാരമില്ല മോളെ. എൽബിൻ എന്തിയേ? അവനെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ? അത് അമ്മച്ചി അവൻ എക്സാമാ, കുറെ പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അടുത്ത തവണ വരുമ്പോ കൊണ്ടുവരാം. കഴിഞ്ഞ മാസം അല്ലായിരുന്നു അവന്റെ എക്സാം? ഇത് ഏത് എക്സാമാ? അത് അമ്മച്ചി സർ അത് ഓർക്കാരിക്കാ അല്ലേ? അതാ ഇവിടുത്തെ ഒരു പിന്നെ അമ്മച്ചി നമ്മുടെ മെൽബിനെ ഇത്തവണത്തെ പെരുന്നാളിന് വരാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വാർഷികം കൂടാനായിരിക്കും. വരുന്ന 20-ാം തീയതി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലം തികയുവാ. അമ്മച്ചിക്ക് പിന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ ആരോഗ്യം നല്ല ഓർമ്മയാണ്. അതിവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാ. അമ്മച്ചിയാ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നേ. 60 കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്യാൻ. നല്ല ആംബിയൻസ് അല്ലേ? അത് പിന്നെ മക്കള് ബുക്ക് ചെയ്തോളൂ. നിനക്ക് കൂടി ആനിയമ്മേ? ഇവക്ക് പിന്നെ എവിടെ ആയാലും കുഴപ്പമില്ല. എവിടെ ആയാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അമ്മച്ചിക്ക് തന്നെ നോക്കിയേ, ഇവിടെ സുഖമല്ലേ? അമ്മച്ചിക്ക് ഇവിടെ സുഖ അല്ലേ അമ്മച്ചി? ആളാ ഇപ്പൊ ഇവിടുത്തെ ഓളിനോൾ. എനിക്ക് എന്നാടാ ഇവിടെ കുഴപ്പം? ഈ കൊച്ചെനിക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം തരും, മരുന്ന് തരും. പിന്നെ നേരം പോകാൻ ഇവിടെ എന്തെല്ലാം കൂട്ടം കാര്യങ്ങളാ. ഞാൻ പറഞ്ഞില്ലേ നല്ല അസല് സ്ഥലവാ. വേണ നിങ്ങളും കൂടി പോരെ, നമുക്കിവിടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം അമ്മച്ചി. ജീപ്പ് എന്തേ ജോസൂട്ടി? ജീപ്പോ? ജീപ്പേ ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴേ ഷാജി ഓട്ടോയും കൊണ്ട് വന്നേ. പിന്നെ അതേക്ക് ഇറങ്ങി പോന്നു. ഡീസലിനൊക്കെ ഇപ്പൊ എന്നാ വിലയാടി? ഈയിടെയായിട്ട് ഭയങ്കര സൂക്ഷ്മതയാണല്ലോ കാശ് ചെലവാക്കുന്ന കാര്യത്തില്. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കൊരു പെങ്കൊച്ചാ വളർന്നു വരുന്നേ. ഇനി നാളെ ഉണ്ടാവുന്ന പെങ്കൊച്ചുങ്ങളാണെങ്കിലോ? മതി മതി, ചോറുണ്ട്. അമ്മച്ചിയുടെ മാമ്പഴ പുളിശ്ശേരിയെ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ? ക്രിസ്റ്റു ആണല്ലോ. ജോസൂട്ടി ഇവനെ ഒന്ന് വഴക്ക് പറഞ്ഞേ. രാവിലെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞോണ്ട് പോയതാ ചെറുക്കൻ. ഹലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാ. ഹലോ, ഞാൻ എന്തോ കോളേജിൽ ചാച്ചൻ എവിടെയാ? ഞാൻ വീട്ടില്. എടാടാ ചാച്ച ഒരു പ്രശ്നമുണ്ട് ചാച്ച. അമ്മച്ചി അടുത്തുണ്ടോ? എന്നാടാ ചാച്ച? കേക്കാടാ, പറഞ്ഞു. ചാച്ച എന്നടാ കാര്യം? ചാച്ച നിമ്മി നിമ്മി നിമ്മ ഒളിച്ചോടി. ഒളിച്ചോടിന്നു? എന്നാടാ ഈ പറയുന്നേ? ആരുടെ കൂടെ? അത് എന്റെ കൂടെ. കൂടെ? അയ്യോ എന്റെ കൂടെ അല്ല, ഗുപ്തന്റെ കൂടെ. ഗുപ്തനോ? ആരാടെ ഗുപ്തൻ? തെളിച്ചു പറ. എനിക്കറിയത്തില്ല ചാച്ച, ഇൻസ്റ്റയിലെ ഏതോ ഫ്രണ്ടാന്നാ പറഞ്ഞേ. ചാച്ച ഞാൻ പറഞ്ഞത് കേക്കണ്ടേ? താണ്ടെ കേറി പോന്നു. നിമ്മി എടാ, എന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങളോ വാഗമണ്ണ്. ജീപ്പും കൊണ്ട് നീ അങ്ങോട്ടാണോ പോയെ? ഇനിയും ഗുപ്തൻ വന്നില്ലെങ്കിൽ സൂയിസൈഡ് എന്ന് പറഞ്ഞ് ഇതാ കയറി പോയിട്ടുണ്ട്. നിമ്മി നിമ്മി പട്ടി, എനിക്ക് ജീവിക്കണ്ട. ഒന്ന് നിക്ക് നിമ്മി. ചാച്ച അവൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ചാച്ച. നിമ്മി ചാച്ച, ചാച്ചനൊന്ന് വരാവോ? ഇനിയും വന്നില്ലെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും. ചാച്ചനൊന്ന് വേഗം വരുന്നുണ്ടോ? നീ എന്തെങ്കിലും പറഞ്ഞ അവളെ തിരിച്ചു വിളിച്ചേർക്ക്. ഞാനങ്ങോട്ട് വരാം. ശരി. നിമ്മി നിമ്മി നിമ്മി
പാട്ടം നിർത്തിക്ക് എന്നിട്ടൊന്ന് മേം പോയിക്കേ. എന്നാ ജോസുട്ടി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ? എടാ വാഗമണിലേക്കായിരുന്നെങ്കിൽ അവരെ കൂടെ വിളിക്കായിരുന്നു. എന്ത് വിളിക്കായിരുന്നു? ഇത് എങ്ങോട്ട് എന്തിനു പോകുന്ന വിചാരിച്ചേ? എടാ നീ എന്നത്തിന് എന്നോട് ചൂടാവുന്നേ? ഷൈന് കുറച്ച് നാളായിട്ട് പറയുന്നു കല്യാണത്തിന് മുമ്പ് അവളെ വാഗമണിലൊന്നും കൊണ്ടുപോകണം. എടാ ക്ലാപ്പ, ക്രിസ്റ്റോ ഒരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി. ആരുടെ ഒപ്പം? നിമ്മി CA ജോർജ് സാറിന്റെ മോളുടെ കൂടെ. അവനല്ല അവളുടെ കൂടെ ഒളിച്ചോടി, അവൾ അവന്റെ കൂടെ ഒളിച്ചോടി. പക്ഷെ അവര് രണ്ടുപേരും ഏതോ ഗുപ്തന്റെ കൂടെ ഒളിച്ചോടി എന്നാ പറഞ്ഞു. എടാ നീ എന്നാ ഈ പറയുന്നേ? ഗുപ്തനോ? എനിക്കും അറിയില്ല. ഏതാ ഗുപ്തൻ? നിനക്കറിയാമോ? ഇനി മറ്റേ ഗുപ്തനാണോ? ഏത്? ഈ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ഗുപ്തൻ. എടാ എന്നാലും ഏതാ ഈ ഗുപ്തൻ? ഹരികൃഷ്ണൻസിലെ ഗുപ്തൻ. നിനക്കിപ്പോ എങ്ങോട്ടാ പോണ്ടേ? വാഗമണോ? എന്റെ പൊന്നെ പോയേക്കാം, വാ. കണ്ടോ, ഇതെല്ലാം ഓരോ ഗുപ്തന്മാരാ. എന്നെ വിളിക്കുമ്പോൾ അവന് നല്ല ടെൻഷനായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ എത്ര കൂളായിട്ടായിരിക്കുന്നതെന്ന്. നിമ്മിയുടെ കാര്യം പറയാൻ അവൻ ആദ്യം വിളിക്കുന്നത് എന്നെയാ. അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ആദ്യം അവൻ എന്നെ വിളിക്കും. എന്നെ കിട്ടിയില്ലെങ്കിൽ അവൻ സിസ്ലിയെ വിളിക്കും. അവനറിയാം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ ചാച്ചനും അമ്മയും അത് പരിഹരിച്ചു കൊടുക്കുന്നു. ക്രിസ്റ്റോ ഇപ്പോഴത്തെ പിള്ളേരെ കൂട്ട് തന്നെ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും അവനും ഉണ്ട്. പക്ഷെ അതിലൊന്നും അവൻ അഡിക്റ്റഡ് അല്ല. ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് താല്പര്യങ്ങൾ. പക്ഷെ എന്തൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. വീട്ടിലറിയുമോ, അവരറിഞ്ഞ എന്ത് വിചാരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന പേരൻസാണ് നിങ്ങൾക്കുള്ളത്. എന്നിട്ടും നിമ്മി എന്താ അവരോട് കാര്യം പറഞ്ഞേ? പപ്പയോടും മമ്മിയോടും. അതന്നെ മമ്മിയോടെങ്കിലും പറയാഞ്ഞേ. സാരമില്ല,